ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു അറിയിപ്പ്. ഇത് 2022 യാത്രയിലെ ചില കാഴ്ചകൾ പൊടി തട്ടിയെടുത്തതാണ്. ആർക്കെങ്കിലും തുമ്മലോ അലർജിയോ ബാധിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളല്ല. തൃശ്ശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് നിങ്ങളെ ഈ എപ്പിസോഡിൽ കൊണ്ടുപോകുന്നത് കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിലുള്ള ഒരു കോട്ടയിലേക്കാണ്. ഈ ഫോർട്ടിനെ ടിപ്പു സുൽത്താൻ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. ഹായ്, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാലക്കാട് ഫോർട്ടിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും കേട്ടുപരിചയമുള്ളതാണ് ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പാലക്കാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. അതായത് പാലക്കാട് ടൗണിൻ്റെ കൃത്യ സെൻട്രലായിട്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വിശേഷം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ് എൻട്രൻസ് ഭാഗം. നമ്മൾ കടന്ന് ഇങ്ങനെയാണ് അകത്ത് കയറേണ്ടത്. അതൊരു ബ്രിഡ്ജാണ്. അതിലും മൊത്തം ആമയും മീനുമാണ് ഇപ്പം ഇരിക്കുന്നത്. ഫുള്ളായിട്ട് എവിടെ ഏത് ഭാഗത്തു നിന്ന് കണ്ടാലും ആമയും മീനും കുറേ ഉണ്ട്. ഹോട്ടലിലേക്ക് ആകെ ഒരു ബ്രിഡ്ജാണല്ലോ, അതിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ കോൺക്രീറ്റിലാണെങ്കിലും പണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ബ്രിഡ്ജായിരുന്നു. ഈ ഒറ്റ ബ്രിഡ്ജാണ് ഇതായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇതൊരു തുരുത്ത് പോലെയായിട്ട് സെൻറ്ററിൽ നിൽക്കും. ഇതിന് ചുറ്റുമുള്ള കിടങ്ങിൻ്റെ ഇടയിൽ ഇപ്പോൾ മീനും ആമകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ പണ്ട് ചീങ്കണ്ണി മുതല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടത്തെ ഒരു മിത്ത് എന്തെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ കുതിര വന്ന് ഇതിനെ കടക്കുന്നു. ബ്രിഡ്ജൊക്കെ ഇല്ലാതെ ഇവിടെ നിന്ന് അപ്പുറത്ത് ചാടുന്ന ഒരു അത്രയ്ക്ക് ഒരു സ്ട്രോങ്ങോ അങ്ങനെ ഒരു മിത്ത് പറയുന്നുണ്ട് ടിപ്പു സുൽത്താനെ കുറിച്ച്. അയാളുടെ കുതിരനെ കുറിച്ചിട്ട് അത്രയ്ക്കൊക്കെ കിടക്കും. ഈ കോട്ടയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തായിട്ടൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. എന്നാലും ഈ ഹനുമാൻ ക്ഷേത്രം എങ്ങനെയാണ് ഈ കോട്ടയിൽ വിളിക്കുന്നത്? പറക്കാൻ പറ്റും, അതുകൊണ്ട് പറന്നു വന്നത്. വിത്തുകൾ പലതരത്തിലുണ്ട്, നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി 1766 നിലനിർത്തിയിരുന്ന ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് പലതരം വീരകഥകൾ ഉറങ്ങുന്ന ഈ ഫോർട്ട് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് എൻട്രൻസിൻ്റെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ ടിക്കറ്റ് കൗണ്ടർ അല്ല, ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. എന്തെങ്കിൽ ഫോർട്ട് ചുറ്റി കാണാൻ വരുന്നവരും അമ്പലത്തിൽ വരുന്നവർക്ക് അവർക്ക് ടിക്കറ്റ് വേണ്ട. അല്ലാതെ ഫോർട്ട് ചുറ്റി കാണാൻ വരുന്നവർക്ക് ടിക്കറ്റ് വേണം. അവർ എടുത്തിട്ട് നമുക്ക് ചുറ്റി കാണുമ്പോൾ അവർ ചെക്ക് ചെയ്യണതാ. അമ്പലത്തിൽ വരുന്നവർക്ക് വേണ്ട, ജസ്റ്റ് അമ്പലത്തിൽ കണ്ടിട്ട് അങ്ങനെയാണ് റിട്ടേൺ പോകണം. അവർക്ക് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. ഓ, ആ മരം കണ്ട നീ? കണ്ടു സൂപ്പർ അല്ലേ? അതിന്റെ മറ്റേ എന്താ പറയാ ബ്രാഞ്ചസ്. പബ്ജി കളിക്കാറുണ്ടല്ലേ? 19ാം നൂറ്റാണ്ട് വരെ ഈ ഫോർട്ട് പല യുദ്ധമുറകളും സാക്ഷ്യം വഹിച്ചിരുന്നു. സാമൂതിരി, ഹൈദരാലി, ബ്രിട്ടീഷുകാർ എന്നിങ്ങനെ പല തവണയായി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്തു വന്നതാണ് ഈ കോട്ടയുടെ ചരിത്രം. ആയിരത്തി 1900 ഈ ഫോർട്ടിനകത്തെ ബിൽഡിങ്ങുകൾ താലൂക്ക് ഓഫീസായി പ്രവർത്തിച്ചു തുടങ്ങി. ഒരു കാലം വരെ ഇവിടെയായിരുന്നു പാലക്കാട്ടിലെ സ്പെഷ്യൽ സബ് ജയിൽ. ഇത്തരത്തിൽ ചരിത്രമുള്ള ഈ ഫോർട്ട് പാലക്കാട്ടിലേക്കുള്ള ഒരു യാത്രയിൽ വ്യത്യസ്തമായി വളർന്നു നിൽക്കുന്ന മുത്തശ്ശിമാവിൻ്റെ തണലും ചതുരത്തിലുള്ള ഈ കോട്ടയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒന്നാണ്.
8 മുതൽ 5 വരെയാണ് പ്രവേശന സമയം. ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ. ഓൺലൈൻ വഴിയും ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഫോർട്ട് കണ്ടു കഴിഞ്ഞ് കോട്ട മൈതാനവും പാർക്കിൻ്റെയും മുന്നിലൂടെ യാത്ര ചെയ്ത് നമ്മളിനി പോകുന്നത് മലമ്പുഴ ഡാമിലേക്ക്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഡാം എന്ന പേരും 1949 പണി തുടങ്ങി 1955 ഓപ്പൺ ചെയ്ത പാലക്കാടിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ മലമ്പുഴ ഡാം. ആയിരത്തി 1968 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് കാനായി കുഞ്ഞിരാമൻ രൂപം നൽകിയ മലമ്പുഴ യക്ഷി ബോട്ടിംഗ്, റോപ്പ് വേ, അക്വേറിയം, പൂൾ, ഗാർഡൻ, സ്നേക്ക് പാർക്ക് എന്നിങ്ങനെ ഒരു ഒഴിവു ദിവസം ചിലവാക്കാനുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ഡാം. കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് ഡാമിൽ നോക്കുമ്പോൾ നാം കാണുന്ന വലിയ മലയുടെ രൂപത്തിൽ ഒരു സ്ത്രീ മലർന്നു കിടക്കുന്നത് പോലെ കാണാൻ സാധിക്കും. ആ രൂപത്തിൽ നിന്നാണ് യക്ഷിയുടെ സ്കൾപ്ചർ രൂപം നൽകിയത് എന്നൊക്കെയാണ്. വിവാദങ്ങൾ നിരവധി ഉണ്ടായിട്ടുള്ള ഈ യക്ഷിയുടെ ശില ആ വിവാദങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ മുടിയൊതുക്കി ഇരിപ്പുണ്ട്. ഷട്ടർ തുറന്ന സമയമായിരുന്നു ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. 125 അടി ഉയരത്തിലുള്ള 4 ഷട്ടറുകളും തുറന്നുള്ള കാഴ്ചയും തൂക്കുപാലത്തിലൂടെയുള്ള നടത്തവും കാഴ്ചകൾ കണ്ട് നടന്നു വരുമ്പോൾ ചെറുപ്പത്തിൽ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നുമെല്ലാം പോയിട്ടുള്ള പിക്നിക് സ്പോട്ടിൻ്റെ റീവിസിറ്റ് കൂടിയായിരുന്നു ഈ ദിവസം. നമ്മളിപ്പോൾ മലമ്പുഴ ഫുള്ള് ചുറ്റി കണ്ടു. ഇനി ഇതിന് ശേഷം ഇതിനോട് അനുബന്ധിച്ചിരുന്ന ഒരു റോപ്പ് വേ സംവിധാനമുണ്ട്. നമ്മൾ അതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും മുകളിലൂടെ പോകുന്നത്. അപ്പം നമ്മൾ അതിൽ പോകുമ്പോൾ താഴേക്ക് വ്യൂ കാണാമല്ലോ, അതുകൊണ്ട് ഇപ്പം നമ്മൾ അവിടെ കയറാനായിട്ട് നിൽക്കുക. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് കയറാനായിട്ട്. ആകാശ കാഴ്ചകൾ കാണാം. സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് പാസഞ്ചർ റോപ്പ് വേ ആണ് മലമ്പുഴയിലെ ഈ റോപ്പ് വേ. താഴെ നടന്നു കണ്ട വഴികൾ മുകളിലൂടെ ഒരു അപ്പൂപ്പൻ താടി പറന്നു നടക്കുന്ന പോലെ കാണാൻ ഒരു അവസരമാണ് ഇതിൽ നിന്ന് ലഭിക്കുക. കോവിഡ് സമയമായതിനാൽ ആളുകൾ കുറവായിരുന്നു. മാത്രമല്ല മാസ്കും തെർമോമീറ്ററും സാനിറ്റൈസറും ഒക്കെയായി കണ്ട ഈ കാഴ്ച നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിൽ. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കും കാണാൻ പോകുന്നവർക്കും വേണ്ടി ഈ എപ്പിസോഡിലെ കാഴ്ചകൾ പങ്കുവയ്ക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റോപ്പ് വേയുടെ മുകളിലാണ്. അത്യാവശ്യം നല്ല സേഫ് തന്നെയാണല്ലോ. നീ ഫസ്റ്റ് ടൈം അല്ല അതില്? അപ്പോൾ ഒരാൾ ഫസ്റ്റ് ടൈമാണ് ഒരു ഡാമിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ വ്യൂസ് തന്നെ നമുക്ക് ടോപ്പിൽ ആംഗിളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം. ഇതാണ് പാവങ്ങളുടെ ഹെലികോപ്റ്റർ ഷോട്ട്. നല്ല അടിപൊളി വ്യൂ ഉണ്ട് ഇവിടുന്ന്. താഴെ കഷ്ടപ്പെട്ട് നടന്ന് ചുറ്റി കണ്ട് മേലെ കയറി സൂപ്പറായിട്ട് കണ്ടിട്ട് വരാം.
ഇവിടെയാണ് നമ്മുടെ അക്വേറിയം. എക്സ്ട്രാ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറാം. കുറച്ച് ഫിഷിൻ്റെ എക്സിബിഷനാണ്. ഇതിനോട് ചേർന്നൊരു സ്നേക്ക് പാർക്കുണ്ട്. വരുന്നവർ അതും കൂടി കണ്ടുപോകാൻ ശ്രമിച്ചാൽ ഒരു കംപ്ലീറ്റ് യാത്രാ അനുഭവം ഇവിടെ നിന്ന് ലഭിക്കും. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കണ്ടത് റോക്ക് ഗാർഡൻ എന്ന സ്ഥലത്താണ്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാൽ പാഴ്വസ്തുക്കൾ കൊണ്ട് രൂപം നൽകി വെച്ച ഒരു കലവറ കാണാൻ സാധിക്കും. സെറാമിക് പ്ലേറ്റ്, ഉപേക്ഷിക്കപ്പെട്ട ഫ്യൂസുകൾ, ടൈൽ കഷ്ണങ്ങൾ, വളപ്പൊട്ടുകൾ എന്നിങ്ങനെ നിരവധി വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഓരോ രൂപവും ഉണ്ടാക്കി വെച്ച ഈ സ്ഥലം കൂടി നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ സാധിക്കും. വരും നാളുകളിൽ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും പുതുമകൾ നൽകുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പാലക്കാട് ഫോർട്ട്, മലമ്പുഴ ഡാം, റോക്ക് ഗാർഡൻ ഉൾപ്പെടുത്തിയ ഈ എപ്പിസോഡ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഞങ്ങളുടെ ഒപ്പം നിങ്ങൾ സഞ്ചരിച്ച് കാഴ്ചകളൊക്കെ കണ്ടു എന്ന് തന്നെ കരുതുന്നു. ഇതിപ്പോൾ പാലക്കാട് വരുമ്പോൾ ഇതൊരു മെയിൻ അട്രാക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പല മലമ്പുഴ ഡാം, അതുപോലെ തന്നെ സ്നേക്ക് പാർക്ക്, പിന്നെ റോക്ക് ഗാർഡൻ, പിന്നെ നമുക്കൊരു സൺസെറ്റ് കാണാനുള്ള സ്പോട്ടായിട്ടുള്ള കവ, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ ഇതിൻ്റെ അടുത്തടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും വിസിറ്റ് ചെയ്യണം. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.